രാത്രി 11 മണിക്ക് യശ്ലോക് ഹോസ്പിറ്റലിന്റെ പുറകിൽ ഒരു ട്രക്ക് കിടപ്പുണ്ടായിരുന്നു. അതിനടുത്ത് ഗൗതമും ചോട്ടുവും രവിയും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ഡോക്ടർ വന്നു. ഇന്ന് വഴിയിൽ ആരും ഉണ്ടാവില്ല, പോലീസിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ മൃതശരീരങ്ങളൊക്കെ നമ്മുടെ ഡീലർമാരുടെ അടുത്തെത്തിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഒട്ടും പേടിക്കണ്ട സാറേ. ഇന്ന് രാത്രി പുലരുന്നതിന് മുമ്പ് തന്നെ ഞാനിത് സൂക്ഷിച്ച് നമ്മുടെ ഡീലർമാരുടെ അടുത്ത് എത്തിച്ചോളാം. നീ എന്താ ഈ പറയുന്നേ? ഈ ട്രക്ക് NH14 കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ നിനക്ക്? അല്ലാതെ പിന്നെ ഏത് വഴി പോവാനാ? NH-ലാവുമ്പോ പിന്നെ പോലീസിന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. നിനക്ക് എന്താ അറിയില്ലേ, ഇന്ന് അമാവാസിയല്ലേ? പിന്നെ ആ വഴിയിലാണെങ്കിൽ ഒരു ശ്മശാനവും ഉണ്ട്. അത് മനസ്സിൽ വെച്ചോ. അത് മാത്രമല്ല, നീ മൃതശരീരങ്ങൾ നിറഞ്ഞ വണ്ടിയാ കൊണ്ടുപോകുന്നത്. ആലോചിച്ച് നോക്ക്. അതിനിപ്പ എന്താ രവിച്ചേട്ടാ? എടാ, അമാവാസി രാത്രിയിലൊക്കെ പ്രേതങ്ങളുടെ ശക്തിയൊക്കെ വർദ്ധിക്കോടാ. എന്റെ ചേട്ടാ, നിങ്ങക്ക് പേടിയാണെങ്കിൽ വരണ്ടെന്നേ. ഇതും പറഞ്ഞ് ഗൗതം ചോട്ടുവിനെയും കൂട്ടി ഡെഡ് ബോഡീസ് ഉള്ള ആ ട്രക്ക് ഓടിച്ചുകൊണ്ട് ഹൈവേയിലൂടെ പോയി. അപ്പോഴാണ് ചോട്ടു പേടിച്ചിരിക്കുന്നത് ഗൗതം ശ്രദ്ധിക്കുന്നത്. ഒന്നുകൂടെ പേടിപ്പിക്കാൻ ഗൗതം പാട്ട് പാടാൻ തുടങ്ങി. പുതുമഴയായി വന്നു നീ, പുലകം കൊണ്ടു പൊതിഞ്ഞു നീ, ഒരേ മനസായിതാ, ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീയൻ. ദാ നോക്ക്, ശ്മശാനോ എത്തി. ആ രവി പറഞ്ഞില്ലേ, അത് തന്നെ. അവൻ അത് പറഞ്ഞപ്പോഴേക്കും ട്രക്ക് നിന്നു. ആശാനെ, എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? പിന്നെ ഇപ്പൊ എന്തിനാ ഈ ട്രക്ക് ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? എടാ, ഞാൻ നിർത്തിയതൊന്നും അല്ലടാ, ചിലപ്പോ വല്ല ആത്മാവായിരിക്കും. പ്ലീസ്, അങ്ങനെ ഒന്നും പറയല്ലേ ചേട്ടാ. എടാ, പുറത്തിറങ്ങി നോക്കടാ, വല്ല ടയറും പഞ്ചർ ആയതാണോന്ന്. ഗൗതം ചോട്ടുവിനെ പേടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും വിട്ടുകളഞ്ഞില്ല. ട്രക്ക് അവൻ മനഃപൂർവ്വം നിർത്തിയതായിരുന്നു. ചോട്ടു പേടിച്ചു പറിച്ച് ട്രക്കിൽ നിന്നിറങ്ങി ടയർ ചെക്ക് ചെയ്തു. അപ്പൊ പെട്ടെന്ന് അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു. കാറ്റിന് വേഗം കൂടി. ചില ശബ്ദങ്ങൾ അവിടമാകെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. വരൂ വരൂ, ശ്മശാനത്തിലേക്ക് വരൂ, കടന്നു വരൂ, ഞങ്ങൾക്ക് വിശക്കുന്നു. ഈ ശബ്ദം കേട്ടപ്പോ രണ്ടാൾക്കും മിണ്ടാനാവാതായി. ഇപ്പോ ഗൗതമിനും പേടിയായി തുടങ്ങി. എടാ എടാ, വേഗം വന്ന് വണ്ടി കയറടാ, ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ചോട്ടു പെട്ടെന്ന് തിരികെ വന്ന് ട്രക്കിൽ കയറിയിരുന്നു. അവൻ നന്നായി പേടിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുമെന്ന്. നിങ്ങൾക്കാണെങ്കിൽ എല്ലാം തന്നെ തമാശയാണല്ലോ. അത് കേട്ട് ഗൗതം ഒന്നും മിണ്ടാതെ ട്രക്ക് മുന്നോട്ടേക്കെടുത്തു. നിങ്ങൾക്ക് അറിയാമോ ആ ശബ്ദങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന്? ഞങ്ങളെ പുറത്തിറക്കൂ, ഞങ്ങളെ സ്വതന്ത്രരാക്കൂ, ഞങ്ങൾക്ക് വീണ്ടും ജീവിക്കണം. കുറച്ചു കഴിഞ്ഞപ്പോ അവർ ഒരു അമ്പലത്തിനടുത്തെത്തി. അപ്പോഴേക്കും ആ ശബ്ദങ്ങളൊന്നും കേൾക്കാതെയായി. അവിടെ അതിനടുത്ത് തന്നെയായി അവർ ഒരു ഹോട്ടല് കണ്ടു. ചോട്ടു, എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ കുറഞ്ഞു കിട്ടി. വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം. ചായക്കടയിൽ ആൾക്കാരെയൊക്കെ കാണുമ്പോ കുറച്ച് പേടി കുറയും. ആശാനെ, നമുക്ക് കഴിച്ചിട്ട് വരാം. രണ്ടാളും കടയിൽ കയറി. അപ്പോൾ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരവിടെ ഇരുന്ന് ഒരു പയ്യനെ ഉറക്കി വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു. അപ്പോഴേക്കും 3 പേർ ആ കടയിലേക്ക് കയറി വന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിനടുത്തേക്ക് ഇരുന്നു. ഗൗതവും ചോട്ടുവും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവരെ പേടിയോടെ നോക്കാൻ തുടങ്ങി. പറഞ്ഞോ സാറേ, എന്താ വേണ്ടേ? അത് കേട്ടവർ അയാളെ തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണുകൾക്ക് താഴെ കറുത്തൊരു പാടുണ്ടായിരുന്നു. അവരുടെ മുഖം നിർജീവമായിരുന്നു. ഞങ്ങൾക്ക് മാംസം വേണം. അയ്യോ, ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് സാറേ, ഇവിടെ ഇറച്ചിയും മീനൊന്നും കിട്ടൂല. എന്നാ ശരി, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ എടുത്തോളാം. ഇതും പറഞ്ഞ് ആ 3 പേരും ഒരുമിച്ച് എഴുന്നേറ്റ് അയാളുടെ മേലേക്ക് ചാടി വീണു. അയാൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. ആ 3 പേരും വിശന്ന് വലഞ്ഞ സിംഹത്തെ പോലെ അയാളെ കടിച്ചു കീറാൻ തുടങ്ങി. ഇത് കണ്ട് ബാക്കി എല്ലാവരും പേടിച്ചു. എടാ ചോട്ടു, ഓടിക്കോടാ. അവിടമാകെ ഭീകരാന്തരീക്ഷമായി. ഗൗതവും ചോട്ടുവും ബാക്കിയുള്ളവരും ആ കടയിൽ നിന്നും പുറത്തേക്കോടി. അപ്പോൾ അവരുടെ മുന്നിൽ കണ്ട കാഴ്ച അവരെ എല്ലാവരെയും ഞെട്ടിച്ചു. ട്രക്കിലുണ്ടായിരുന്ന ഓരോ ശവശരീരവും എഴുന്നേറ്റ് നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്നു. ദൈവമേ, രവി പറഞ്ഞത് സത്യമായല്ലോടാ. ഈ ശവങ്ങളൊക്കെ ജീവൻ വെച്ച് വരെയാണല്ലോ. ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? എല്ലാവരും പിന്നിലേക്ക് നടന്ന് കടയിൽ തന്നെ തിരിച്ചെത്തി. ഗൗതവും ചോട്ടുവും മറ്റു 4 പേരും കടയിൽ കുടുങ്ങിപ്പോയി. ആ കടയുടെ നിലത്ത് ഒത്തിരി പേർ ഭീകരമായി മുറിവേറ്റി പിടഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് ശരിക്കും കുശാലാക്കാമല്ലോ. 4 പാടു നിന്നും ഓരോ ശവശരീരവും ബീഭത്സമായി ചിരിച്ചുകൊണ്ടടുത്തു. ഞങ്ങളുടെ മരണശേഷവും ഞങ്ങളെ വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നല്ലേ?
നിങ്ങളെ പോലെ അത്യാഗ്രഹികളായ മനുഷ്യർക്കുള്ള ശിക്ഷ തരാൻ സമയമായിരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് എത്തുകയും അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയം ചോട്ടു എങ്ങനെയോ പുറത്തു കടന്ന് ഓടി രക്ഷപ്പെട്ടു. പുറത്തിറങ്ങിയ ശേഷം നേരെ അവരുടെ ട്രക്കിനടുത്തേക്ക് ഓടി. അവൻ കരുതിയത് ട്രക്കിലെ എല്ലാ ഡെഡ് ബോഡീസും കടയിലേക്ക് പോയി എന്നാണ്. എന്നാൽ ട്രക്കിനടുത്തെത്തിയപ്പോ അവൻ കണ്ടു ഡ്രൈവിംഗ് സീറ്റിൽ ഒരു സ്ത്രീരൂപം. അതാ മൃതദേഹങ്ങളിൽ ഒന്നായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിയുള്ള എല്ലാ ശവശരീരങ്ങളും പതിയെ കടയിൽ നിന്നും ട്രക്കിനടുത്തേക്ക് വരുന്നത് കണ്ടു. അത് കണ്ടവൻ മിഴിച്ചു നിന്നു. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. ഞാൻ ഈ വഴി ഇനി വരികയില്ല, ഒരിക്കലും വരില്ല. നീ ഞങ്ങളുടെ ശരീരം വിൽക്കാൻ ശ്രമിച്ചു അല്ലേ? മൃതശരീരങ്ങളോട് ബഹുമാനമില്ലാതെ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? നിനക്കിതിന് ശിക്ഷ കിട്ടിയേ മതിയാകൂ. ഇത് കേട്ട് ചോട്ടു ആകെ പേടിച്ചു പോയി. അവരെല്ലാവരും ചോട്ടുവിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ലേ. അയ്യോ! അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അവനെ മാന്തിപ്പറിച്ച് കൊന്നുകളഞ്ഞു. സുഹൃത്തുക്കളെ, വന്നാലും ഈ ട്രക്കിൽ വന്നിരിക്കൂ. ഇന്നു മുതൽ ഈ ട്രക്ക് നമ്മുടേതാണ്. നമ്മൾ ഇങ്ങനെയുള്ള അത്യാഗ്രഹികളായ മനുഷ്യരെ കൊന്നുകളഞ്ഞുകൊണ്ട് നമുക്കുണ്ടായ ഈ അപമാനത്തെ ആസ്വദിക്കാം. ഇത് കേട്ട് എല്ലാ മൃതശരീരങ്ങളും ആടിയും പാടിയും ട്രക്കിൽ കയറി. പിന്നീട് ആ യക്ഷി ട്രക്ക് മുന്നോട്ടേക്കെടുത്തു. അടുത്ത ദിവസം രണ്ടാളുകൾ ആ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ ട്രക്ക് ഓടിച്ചു വരുന്നത് കണ്ട് അവർ മുന്നോട്ടേക്ക് വന്നു. തോക്കു ചൂണ്ടി ട്രക്ക് നിർത്തിച്ചു. നിർത്ത്. ഒരു പെണ്ണ് ട്രക്ക് ഓടിക്കുന്നു. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ട്രക്കിനുള്ളിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് തിരിച്ചു പോക്കോ. വേഗം പുറത്തിറങ്ങി, എന്നിട്ട് ട്രക്കിനുള്ളിലുള്ളത് എന്താണെന്ന് കാണിക്കേ. അവരുടെ സംസാരം കേട്ട് ആ യക്ഷി ട്രക്കിൽ നിന്നിറങ്ങി ഒന്നും മിണ്ടാതെ അവരെ പുറകിലേക്ക് കൊണ്ടുപോയി. അവർക്ക് ട്രക്കിന്റെ വാതിൽ തുറന്ന് കാണിച്ചു കൊടുത്തു. ട്രക്കിൽ നിറയെ മൃതശരീരങ്ങളായിരുന്നു. കൊള്ളാലോ, നമുക്ക് പുതിയ ഇരകളെ കിട്ടിയല്ലോ.